സുഭാഷിതം. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് 15-ാം വാക്യം. നിങ്ങൾ കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ഹിയർ ആൻഡ് ഗീവ് ഇയർ, ഡു നോട്ട് ബി പ്രൗഡ്, ഫോർ ദ ലോർഡ് ഹാസ് സ്പോക്കൻ. ഇത് യിരെമ്യാവ് യഹൂദ ജനത്തോട് പറയുന്ന വാക്കുകളാണെങ്കിലും ഇന്ന് നമ്മോടും കർത്താവ് പറയുന്നത് കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്. ഒരു ദിവസം ധാരാളം കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമേ നാം ശ്രദ്ധിക്കാറുള്ളൂ. തന്നെയുമല്ല, കേൾക്കുന്ന പലതും കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും നാം ശ്രദ്ധയോടെ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മർക്കോസ് 4:9 കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടതിന്റെ ഉപമ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. വിതച്ചത് എന്താണെന്ന് 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. 20-ാം വാക്യം വായിക്കുന്നത്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30, 60, 100 മേനിയായി വിളയുന്നു. വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ ഫലം കായ്ക്കുന്നു. ഫലം കായ്ക്കണമെങ്കിൽ ആ വചനത്തിൽ നാം വിശ്വസിക്കണം. പൗലോസ് റോമർ 10:17 പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നാം കേൾക്കുവാൻ സന്നദ്ധരായിരിക്കണം. അപ്പോൾ ആ കേൾവിയിൽ കൂടെ നമുക്ക് വിശ്വാസം വരുന്നു. നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനവും. ദൈവം പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് ഫലം കായ്ക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ യേശു ശിഷ്യന്മാർക്ക് വയലിലെ കളയുടെ ഉപമ പറഞ്ഞുകൊടുത്തു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിരിക്കുന്നു. ഈ ലോകമാം വയലിൽ നല്ല വിത്ത് മനുഷ്യപുത്രൻ വിതച്ചു, എന്നാൽ അതിനിടയിൽ പിശാച് കളകളും വിതച്ചു. വിത്തും കളയും വളർന്നു വരികയാണ്. ലോകാവസാനത്തിൽ കൊയ്ത്ത് സംഭവിക്കും. 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അധർമ്മം പ്രവർത്തിച്ച് ജീവിക്കുന്നവർക്കും നീതിമാന്മാരായി ജീവിക്കുന്നവർക്കും അവസാനം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് നാം കേൾക്കാനും ചെവി കൊടുക്കുവാനും പറഞ്ഞിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കേയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. യാക്കോബ് പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്, യഹോവ അരുളി ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ഗർവമുള്ളവരാകാതെ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരായി തീരുവാനും പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുവാനും കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.